ഞാനൊരു വിളിക്കാത്ത കല്യാണത്തിന് വന്നതാ. ദ്രോഹാണിത്, പരമദ്രോഹം. ഞാൻ മൃണാൾ. ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കാതിരിക്കണമെങ്കിൽ സിമ്പിൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. സോ ഇതല്ല, അവിടെ ഹോട്ടൽ കാമതീരുണ്ട്. ഒരു പൂ ചോദിച്ച് ഒരു പൂക്കാലം കിട്ടി. മസാല ദോശ പ്ലേസിംഗ് ഉണ്ടല്ലോ, ഇതിനില്ല. ചട്നി താങ്ക് യു. പീസ് ഇഷ്ടമല്ല, തുണ്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. ആ വെണ്ടക്കയുടെ തുണ്ടുകൾ ഇങ്ങോട്ട് നിരത്തും. മസാല ദോശ നമുക്കെന്തിനാ അവരെ സാമ്പാർ അപ്പോഴല്ലേ സാമ്പാർ. ഒരു ഫുഡ് മോശമാണ് സമയത്ത് അപ്പോൾ ഞങ്ങൾ പറയുന്ന സമയത്ത് മൂപ്പര് മമ്മൂട്ടി കളിക്കലാണ്. മൂപ്പരായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്നത്. മമ്മൂട്ടി കളിക്കലെന്ന് പറഞ്ഞാൽ അയാളത് ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. പരമദുഷ്ടി. അതല്ലേ ഞാൻ പറയില്ലേ, മമ്മൂട്ടി കളിക്കലോ? മമ്മൂട്ടി അവളെ യൂസ് ചെയ്യില്ല. ആക്ച്വലി മമ്മൂട്ടി അങ്ങനെയല്ല, മമ്മൂട്ടി എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തില്ല. ഈ സിനിമ നടന്ന മമ്മൂട്ടി ആയിരുന്നെ പറയുന്ന നല്ല കോഴിക്കോട്ടെ ഏതെങ്കിലും ഈ വലിയ ആളാണ്. ഓക്കെ ഓക്കെ. ആക്ച്വലി മമ്മൂട്ടി ഒരു സംഭവം. മമ്മൂട്ടിനെ പറ്റിയിട്ട് പറഞ്ഞൊരു കഥ എന്താണെന്ന് വെച്ചാൽ, സൈന്യം സിനിമ അതിൽ പ്രിയാരാമൻ മേക്കപ്പ് ചെയ്യണം. എയർക്രാഫ്റ്റിൽ നിന്ന് വീണ്ടും ബേൺ ആവുന്നുണ്ട്. എന്നിട്ട് ജോഷിക്ക് അന്ന് ജോഷി വലിയ ടോപ്പ് ഡയറക്ടർ അല്ലേ, മൂന്ന് മേക്കപ്പ് മാൻമാരെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യിച്ചിട്ടും എവിടെ എത്തുന്നില്ല. മേക്കപ്പ് ചെയ്ത് മമ്മൂട്ടി അല്ലേ. മമ്മൂട്ടി അത്രയും ബ്രില്യൻ്റാണ്. മമ്മൂട്ടി ക്യാമറയുടെ കാര്യത്തിൽ മമ്മൂട്ടി ഭയങ്കരമായിട്ട് ലേൺ ചെയ്യുന്ന കൂട്ടുന്നില്ല. മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ്. മമ്മൂട്ടി നീ ഉദ്ദേശിക്കുന്ന അതല്ല സാധനം വരെ, അത് സിനിമയിൽ സ്ക്രീനിൽ. ആക്ച്വലി ഞാനൊരു വിളിക്കാത്ത കല്യാണത്തിന് വന്നതാ. എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. അവർ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പരിസരത്തൊരു കല്യാണം ഉണ്ട് എന്ന് വന്നപ്പോൾ അവർ വിളിച്ചിരുത്തിയിട്ട് ഊണ് തന്നു. പാലക്കാട് മുതൽ ഇവിടെ വരെ ഇതിന് വേണ്ടിയിട്ടല്ലേ. ഇത്രക്കുണ്ട് കല്യാണ സദ്യനെ പറ്റിയിട്ട് ഉണ്ടാക്കുന്നവർക്കും വിളമ്പുന്നവർക്കും ധാരണ. ഈ പപ്പടൊഴികെ എല്ലാം പരമാബദ്ധം. ഓഗസ്റ്റ് 20 എൻ്റെ അനിയത്തിയുടെ കല്യാണം വരുന്നുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം കല്യാണം കഴിച്ച കുട്ടികളോ, അതുപോലെ ഒരു കുട്ടിയുടെ കല്യാണമാണല്ലോ ഇത് കഴിഞ്ഞത്. കല്യാണം കഴിച്ച കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ആരെങ്കിലും ആയിരിക്കുമല്ലോ ഈ കാറ്ററിംഗ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. ഒരു നല്ല സദ്യ, ഇന്നത്തെ സദ്യ കണ്ടാൽ അറിയാം അവർ നല്ലോണം പൈസ ചിലവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസ കൊടുക്കാതെ അത്രയും വിഭവങ്ങളുള്ള സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല. വിളമ്പുന്നവർക്ക് വിളമ്പാൻ അറിയില്ല. അവിടെ 4 വരിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് ആളുകൾ ഇരുത്തിയിട്ട് കൊടുക്കാനുള്ള ഒരു വൈഭവം പോലും അവർക്കില്ല. അവർക്ക് അറിയില്ല കല്യാണ സദ്യ എങ്ങനെയാണെന്നോ. അത് ഒരു സൈഡിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുമ്പോൾ അവിടെ അത് ക്ലിയർ ചെയ്ത് അത് റെഡിയാക്കി അവിടെ ഇരുത്തുക, അങ്ങനെ വരിക. അങ്ങനെ ഒരു സ്കില്ലും, 0 സ്കില്ലാണ് അവരുടെ. ഒന്ന് ആലോചിച്ചു, പപ്പടം ഒഴികെ ചോറടക്കം എല്ലാ അബദ്ധം. പണ്ട് കോലോത്തുണ്ടായിരുന്ന തമ്പുരാട്ടിയുടെ മോന്റെ കല്യാണത്തിനുണ്ടായിരുന്ന അടപ്രഥമൻ എന്നൊക്കെ ചില സിനിമയിലൊക്കെ പറയുന്ന കേട്ടില്ലേ. അതുപോലെ നാട്ടിൽ പറയുന്ന വേറൊരു സംഭവമാണ് മറ്റേ ആളുടെ കല്യാണ സദ്യ പോലെ ആക്കല്ലേട്ടാ എന്ന്. അത് ഈ കുട്ടികൾ എത്ര കാലം കേൾക്കേണ്ടി വരും? ഒരു കല്യാണമല്ലേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെലവാക്കുന്ന ഒരേ പൈസ. ഇപ്പൊ ഒരുപാട് ഇതുപോലുള്ള ദുഷ്ടന്മാരായിട്ടുള്ള കാറ്ററിംഗ് കമ്പനികൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത്. എന്തോ മുൻവൈരാഗ്യമുള്ള പോലെയാണ് മോശം സദ്യ ഉണ്ടാക്കുന്നത്. എന്തിനാ ഈ അറിയാത്ത പണിക്ക് പോകുന്നത്? നമ്മളൊരു റെസ്റ്റോറന്റ് നടത്തിയിട്ട് ഉച്ചയ്ക്ക് 50 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന പോലെ അല്ല കാറ്ററിംഗ്. കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച് ക്ഷണിച്ച് വരുത്തിയ 100-1000 പേർക്കാണ്
ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം മോശമായ കാറ്ററിംഗുകാരൻ ശരിയല്ല എന്ന് ആരെങ്കിലും പറയോ? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ പറയാ. ഓ, ആ കല്യാണത്തിന് പോയിട്ട് സദ്യ ഭയങ്കര മോശമായിട്ട് അങ്ങനെയല്ലേ പറയാ? പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞ എന്ത് മഹാഭാവം ചെയ്ത കുട്ടികൾ, അവരെന്ത് തെറ്റ് ചെയ്തു? ഇതുപോലൊരു സംഭവം ഈ അടുത്ത കാലത്ത് ഞാനൊരു കല്യാണത്തിന് പോയിട്ട്, ഞാനിപ്പോൾ ഏകദേശം 2 വർഷത്തിനിടെ 2 കല്യാണത്തിന് പോയിട്ടുള്ളൂ. കോവിഡൊക്കെ അല്ലേ. കഴിഞ്ഞ കല്യാണം ഇതുപോലെയായിരുന്നു. അന്ന് കാറ്ററിംഗുകാരനെ പറ്റി അന്വേഷിച്ചപ്പോഴും അയാൾ എവിടുന്നോ, ഡൽഹിയിൽ നിന്നോ ബോംബെന്നോ മറ്റോ ഉത്തരേന്ത്യയിൽ നിന്ന് എവിടുന്നോ ജോലി നഷ്ടപ്പെട്ട് കോട്ടയം ഭാഗത്തേക്ക് വന്ന് പിന്നെ അയാൾ ജീവിക്കാൻ വേണ്ടി കാറ്ററിംഗ് തുടങ്ങിയതാണ്. അതുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാൾക്ക് ഇത് കൊടുത്തതാണ് ഇവര് പാവങ്ങൾ. അത് അയാൾ കൊള്ളാം. ഇത് എന്തിനിങ്ങനെ? ഞാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ സദ്യ ഉണ്ടാക്കുന്ന ആളുകള് കൊടുക്കുന്ന, അതായത് ഈ വരുന്ന ഇപ്പൊ 1.5 മാസം ഉണ്ടല്ലോ, വരുന്ന ദിവസങ്ങളിൽ അവരെവിടെയൊക്കെ സദ്യ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി കഴിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ ഞാനിത് കൊടുക്കുള്ളൂ. ഇങ്ങനെ ദ്രോഹം ചെയ്യരുത്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നടത്തിക്കോ, 50 രൂപയ്ക്ക് ഊണ് കൊടുക്കുക. മോശം ഊണാവും, ആരും വരാതിരിക്കും, എല്ലാവരും വരാതിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാറ്ററിംഗ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതാവുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, വൈകുന്നേരം പൈസയും മേടിച്ച് പോവാലോ. ഭക്ഷണമാണിത്, ദ്രോഹമാണിത്, പരമദ്രോഹം. ഇതിൽ വലിയ ദ്രോഹം ചെയ്യാനില്ല ഒരാളോട്. ജീവിതത്തിലുള്ള ഒരേ ഒരു കല്യാണം നശിപ്പിക്കാൻ വെച്ചാൽ നല്ല കഴിവുള്ള ഭാവിയിലെ വാഗ്ദാനങ്ങളായ ചില കുട്ടികൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് കണ്ടുപിടിച്ചിട്ടുള്ള വഴി പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. അവനവൻ്റെ ക്വാളിറ്റികളിലെ വളരെ സത്യസന്ധമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്ന കമ്പനികൾ, വ്യക്തികൾ, അല്ലെങ്കിൽ ഓൾറെഡി നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒന്നുകൂടി ഒരു ബ്രാൻഡ് റീകോൾ വേണം, നന്നായി കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ തോന്നുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കൊക്കെ സമീപിക്കാം. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പൈസ പേ ചെയ്താൽ മതിയാവും, 35,000 അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ. പക്ഷേ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രാവൽ ചാർജും കൂടെ വേണ്ടി വരും. കേരളം മുഴുവൻ തീറ്റ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, ഷവർമ, ഫ്രൈഡ് റൈസ്, എന്തും ആവാം. നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മത്സരം അവിടെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ, ഈ ഇമെയിലിൽ കോൺടാക്ട് ചെയ്തോളൂ.